أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار والعزيز الجبار مكبر الليل والنهار تبصرة لأولي القلوب والأبصار، والصلاة والسلام على النبي المصطفى المختار وعلى آله وصحبه الأبرار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. സമാദരണീയരായ അധ്യക്ഷരെ, രണ്ട് മൂന്ന് ദിവസങ്ങളായി ജാമിയയുടെ പശ്ചാത്തലത്തിൽ നാം നടത്താൻ ഉദ്ദേശിക്കുന്ന മഹത്തായ ദഅ്വാ സമ്മേളനത്തിൽ സന്നിഹിതരായ KNM-ൻ്റെയും ISM, MSM, MGM തുടങ്ങിയ പോഷക സംഘടനകളിലെയും സാരഥികളെ, സഹപ്രവർത്തകരെ, പ്രിയങ്കരായ ദീനി സ്നേഹികളെ, നമ്മുടെ ദഅ്വാ സമ്മേളനത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവാചക പുങ്കവന്മാർ പഠിപ്പിച്ച തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നീ വിഷയങ്ങളിലുള്ള പഠന സെഷനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അവസാനത്തെ വിഷയമായ ആഖിറത്തിനെക്കുറിച്ചാണ് എന്നോട് സംസാരിക്കാൻ സംഘാടകർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പരലോകം, ഐഹിക ജീവിതത്തിന് ഒരു മുന്നറിയിപ്പ് എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കാനാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. നാം കേട്ട പോലെ തന്നെ എല്ലാ പ്രവാചകന്മാരും അവരുടെ പ്രബോധനത്തിൻ്റെ കാമ്പും കാതലുമായി പഠിപ്പിച്ച സംഗതിയാണ് ആഖിറത്ത്. ദൈവപ്രോക്തങ്ങളായ മതങ്ങളൊക്കെ
പാരത്രിക ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ദൈവിക മതമായ ഇസ്ലാം അന്യൂനമായ രൂപത്തിൽ പാരത്രിക ജീവിതത്തെക്കുറിച്ച് മനുഷ്യരാശിയെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതം വളരെ നശ്വരമാണ്, ക്ഷണികവുമാണ്. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് തന്നെ പരലോക ജീവിതമാണ് എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. വമാ ഹാദിഹിൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ ലഹ്വും വലഅബ് വഇന്നദ്ദാറൽ ആഖിറ ലഹിയൽ ഹയവാനു ലൗ കാനൂ യഅലമൂൻ. ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് വെറും കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. അതിൻ്റെ ആകത്തുക അതാണ്. എന്നാൽ വഇന്നദ്ദാറൽ ആഖിറ, തീർച്ചയായും പാരത്രികമായ ഭവനം, അവിടെയുള്ള ജീവിതം, ലഹിയൽ ഹയവാൻ, അതത്രേ ശരിയായ ജീവിതം. ലൗകാനു യഅലമൂൻ, മനുഷ്യർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ. ഇതുമായി സൂറത്തുൽ ഹദീദിൽ വിശദമായി പ്രതിപാദിച്ച ആയത്താണ് നാം ആമുഖമായി കേട്ടത്. യഅലമു അന്നമൽ ഹയാത്തുദ്ദുനിയ ലഅബുൻ വലഹുവുൻ വസീന. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, യഥാർത്ഥത്തിൽ ഐഹിക ജീവിതം എന്ന് പറയുന്നത് ലഅബുൻ വലഹുവുൻ, കളിയും വിനോദവുമാണ്. വസീനത്തുൻ വതഫാഖുറുൻ, അലങ്കാരവും പൊങ്ങച്ച പ്രകടനങ്ങളുമാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളെക്കൊണ്ടും സമ്പത്തുകൊണ്ടും മനുഷ്യന്മാർ ദുനിയാവിൽ കാണിക്കുന്ന താൻ പോരിമകളാണ്. ഇതിൻ്റെയൊക്കെ ഉദാഹരണം കമസലി ഗൈസിൻ, ആകാശത്തു നിന്നും വർഷിക്കുന്ന ഒരു മഴ കണക്കെ. അഅ്ജബൽ കുഫാറ നബാത്തു, ആ മഴ പെയ്തപ്പോൾ അതിലൂടെ മുളച്ചു പൊന്തിയ സസ്യലതാദികൾ കർഷകരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ആ സസ്യലതാദികൾ തഴച്ചു വളർന്ന് അത് പൂവും കായും നിറഞ്ഞ് ഫലസമൃദ്ധമായ ഒരവസ്ഥയിലായിരിക്കുമ്പോൾ സുമ്മ യഹീജു ഫത്തറാഹു മുസ്ഫറ, അതിനൊരു വാട്ടം കുടുങ്ങി, ഒരു മഞ്ഞളിപ്പ് ബാധിച്ചു. അതിൻ്റെ ആ ശക്തിയൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി. അവസാനം അത് വെയിലേറ്റ് വാടി സുമ്മ യകൂനു ഹുത്താമ, ശക്തമായ കാറ്റിൽ പാറിപ്പറക്കുന്ന ധൂളികൾ കണക്കെ നുരുമ്പിപ്പോകുന്നതായി. ഇതാണ് യഥാർത്ഥത്തിൽ ഐഹിക ജീവിതം. വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ. വരാൻ പോകുന്ന അനശ്വരമായ പാരത്രിക ജീവിതത്തിൽ നന്മ ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം ലഭിക്കാനിരിക്കുന്നു. അതല്ല, അള്ളാഹുവിൻ്റെ പാരത്രിക ജീവിതത്തെക്കുറിച്ചുള്ള ഈ മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുക്കാതെയാണ് നാം ജീവിക്കുന്നതെങ്കിലോ അവിടെ ലഭിക്കാനിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കഠിനകഠോരമായ ശിക്ഷയുമാണ്. വമൽ ഹയാത്തുദ്ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നേർക്കുനേരെ പറഞ്ഞാൽ ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണ്. നമ്മുടെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ, മഞ്ചേരി അല്ല, എല്ലാവരും കൂടെ അനങ്ങിയ കൊടി പിടിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ടാണ് അല്ല എന്നറിഞ്ഞ്, വേറെയാണ്. ഒരു
പേവിഷബാധയേറ്റ് ഹൈഡ്രോഫോബിയ സെല്ലിൽ അടക്കം ചെയ്ത ഒരു രോഗി. അയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായപ്പോൾ അയാൾ ആ സെല്ലിൻ്റെ വാതിൽ പിടിച്ചുകൊണ്ട് ഒന്ന് കുലുക്കിയപ്പോൾ വാതിൽ കയ്യിൽ പോന്നു. അപ്പോഴത്തെ ഈ ചെറിയൊന്നും അപ്പം ഉണ്ടാവില്ല. അയാൾ പേവിഷബാധ ഏറ്റ ആളാണ് ഇങ്ങോട്ട് ഇറങ്ങി. ആൾക്കാരൊക്കെ കൂടെ പേവിഷബാധ ഏറ്റ ഒരാളിനെ കണ്ടാലുണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാലോ. അയാൾ കടിക്കുമോയെന്നറിയില്ല, മാന്തോന്നറിയില്ല, എന്താ ചെയ്യുകയെന്നറിയില്ല. നഊദുബില്ല. അവസാനം ആളുകളൊക്കെ അയാളെ പിന്നിൽ കൂടുന്നു, അയാളെ രൂക്ഷമായി നോക്കുന്നു. എന്തെങ്കിലും സംഭവിക്കുന്നു തോന്നിയപ്പോൾ അയാൾ അവിടെ കണ്ടൊരു കല്ലും കയ്യിൽ പിടിച്ചു. എന്നിട്ട് അയാൾ ആത്മരക്ഷാർത്ഥ ആ കല്ലേറ്റിങ്ങനെ നിൽക്കണീൻ്റെ ഇടയിൽ പഠിച്ചോൻ തൗഫീക്ക് ചെയ്തിട്ടുള്ള നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഓടി ഒളിച്ചു. ഓൽക്കുണ്ടല്ലോ ജീവനെ പേടി. അവരാദ്യം തടിയെടുത്തു. അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ആത്മധൈര്യം സംഭരിച്ച് വന്ന് അയാളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. നിങ്ങളെന്തിനാ ഈ കല്ലൊക്കെ എടുത്തിക്കണത്? ആരും നിങ്ങളൊന്നും കാട്ടൂല, കല്ലൊക്കെ അവിടെ ഇട്ടാളിയാണ്. കല്ല് അവിടെ ഇടിയിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങളാരും ഒന്നും കാട്ടൂല, നിങ്ങൾ അങ്ങോട്ട് തന്നെ നടക്കിയെന്ന് തന്നെ. ആ സെല്ലിക്കന്നെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആ സാധു പറഞ്ഞൊരു വർത്താനുണ്ട്, എന്നവരൊക്കെ കൂടെ കൊല്ലും, എന്നവർ കൊല്ലും. അതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. പേവിഷബാധ ഏറ്റ ഒരാളിനെ കൊല്ലുകയല്ലാതെ ആധുനിക വിഷ ചികിത്സ അനുസരിച്ച് വേറെ ഒരു ചികിത്സയും അയാൾക്ക് കൊടുക്കാനില്ല. ഇത് പറഞ്ഞു തീരേണ്ട താമസം അയാളുടെ പിന്നിലൂടെ വന്ന് ബന്ധപ്പെട്ടവർ പുതപ്പിട്ട് മൂടി. വേറെ ചിലർ വന്നു പ്ലാസ്റ്റിക്കിൻ്റെ കയറെടുത്ത് അയാളെ കെട്ടി ബലാത്കാരമായി തള്ളിയിട്ട് അയാളെ ഇഞ്ചക്റ്റ് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, എന്നെ കൊല്ലരുത്, എനിക്ക് ഭാര്യയും 2 കുട്ടികളുണ്ട്, എനിക്ക് ഭാര്യ 2 കുട്ടികളുണ്ട്, എന്നെ കൊല്ലരുത് കേട്ടോ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആ പേവിഷവേദ ഏറ്റ സാധു മനുഷ്യൻ. എന്താണ് ആ സാധു മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് നേടിയത്? അവിടെയാണ് വമൽ ഹയാത്തുദ്ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനാത്മകമായ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അടിവരയിട്ടുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ആ സംഗതി ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തേണ്ടതാണ്. ജീവിതത്തിൽ 10-60 കൊല്ലക്കാലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ആ ജീവിത സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് മഹാനായ ഇമാം അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കവിതാസമാഹാരത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൻ്റെ വീക്ഷണം പഠിപ്പിക്കുക. ഇദാ ആശൽ ഫതാ സിത്തീന ആമൻ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി. 60 കൊല്ലാണ് ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ശരാശരി ആയുസ്. അങ്ങനെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അതിൽ പകുതി രാത്രി ആയതുകൊണ്ട് അവിടെ പിന്നെ അപ്പീലില്ല, അത് കടന്നുറങ്ങാനുള്ളത് തന്നെയാണ്. ഫതംഹഖുൽ ലയാലി, അത് രാത്രി ആയിട്ട് പോയി. അഥവാ വല്ല രാത്രി ഉറക്കമൊഴിച്ചാൽ പിന്നെ 2 പകൽ വേണ്ടി വരും നമുക്ക് അതിൻ്റെ കോമ്പൻസേഷൻ എന്നുള്ള നിലക്ക്. ഉറങ്ങിയിട്ടാണ് തീർക്കാതെ വയ്യ, കാരണം നീച്ച് നടക്കാൻ പറ്റൂല. അങ്ങനെയാണ് അവിടെ കെട്ടാതെ ഈ കണക്ക് പെടൂല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. 30 കൊല്ലവും രാത്രിയായിട്ട് പോയി. എന്നാൽ
പകുതിയുടെ പകുതി എന്നുവെച്ചാൽ ആ 30ൻ്റെ പകുതിയാണ് നമ്മളുടെ പരാമർശ വിഷയം. 15 വയസ്സ് വരെ യദ്ഹബു ലൈസ യദിരി എയിലെ പോണെന്ന് തന്നെ മനുഷ്യന്മാർക്കറിയില്ല. ലിഗഫലത്തിഹി യമീനം മിൻ ഷിമാലി, അശ്രദ്ധ കൊണ്ട് വലത്തോട്ടും ഇടത്തോട്ടും, വലത്തുനിന്ന് ഇടത്തേക്കും ഇടത്തുനിന്ന് വലത്തോട്ടും, നമ്മളതിന് പറച്ചിൽ കേക്കടിഞ്ഞാറ് എന്നാണ്. ആ കേക്കടിഞ്ഞാറ് നടന്നിട്ട് അവൻ്റെ ആ 15 വയസ്സും അങ്ങനെ കഴിയും. അതൊരു കുട്ടിക്കളിയുടെ പ്രായമാണ്. നമുക്ക് വേണമെങ്കിൽ ഖുർആൻ പറഞ്ഞ ലാബ് ഇങ്ങോട്ട് കൊടുക്കാം. 15 വയസ്സ് വരെ അതൊരു കളിയുടെ പ്രായമാണ്, കുട്ടിക്കാലമാണ്. ആരും വല്ലാതെ മുഖവിലക്കെടുക്കുന്ന പ്രായമല്ല. എന്നാൽ ബാക്കിയുള്ളതോ വസുലുസുൻ നിസ്ഫി ആമാലും വഹിർസുൻ വശുഗ്ലും ബിൽ മകാസിബി വൽ റിയാലി ബാക്കിൽ വസുലുസുൻ നിസ്ഫ്, ബാക്കിയുള്ള 60ൻ്റെ 1/3 എന്ന് പറയുന്ന ഒരു 15 വയസ്സ് എന്നുവെച്ചാൽ 30 മുതൽ ആ 45 വരെയൊക്കെയുള്ള പ്രായം, അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ ടൈമാണ്, വളരെ സുപ്രധാനമായ സമയമാണ്. അവന് പെണ്ണ് കെട്ടണം, പെണ്ണെട്ടിയ കുട്ടികളുണ്ടാകും, കുട്ടികളുണ്ടാകുമ്പോൾ ഒരു വീട് വേണം, കുട്ടികൾ വലുതാകും, ആ കുട്ടികളെ കെട്ടിക്കണം. അങ്ങനെ വളരെ സുപ്രധാനങ്ങളായ ഒരുപാട് ദൗത്യങ്ങൾ, ഒരുപാട് സംഗതികൾ ഈ പ്രായത്തിൽ അവന് ചെയ്തു തീർക്കാനുണ്ട്. അതോടെ കഴിഞ്ഞു. പിന്നെയുള്ള 15 വയസ്സുണ്ടല്ലോ, വബാഖിൽ ഉംരി അസ്ഖാമു വശൈബുൻ വഹമ്മും ബിർതിഹാലിൻ വന്തിഖാലി. അങ്ങനെ ആ 60നോട് അടുക്കുമ്പോഴേക്കും, പ്രായാധിക്യം വരുമ്പോഴേക്ക് മനുഷ്യൻ്റെ ഊർജ്ജസ്വലതയെല്ലാം നശിച്ച് രോഗത്തിൻ്റെ പിടുത്തത്തിൽ അമരുകയും ആ മരണ ചിന്തയോടുകൂടി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പെട്ടെന്ന് എത്തപ്പെടുന്നു. കളിയും വിനോദവും തമാശയും ചിരിയും ധനത്തോടുള്ള ആർത്തിയുമൊക്കെയായി ഇവിടെ പരക്കം പായുന്ന മനുഷ്യന് പരലോകത്തെത്തുമ്പോൾ തൻ്റെ ഐഹിക ജീവിതം ഒരു 50, 60, 70 എന്നൊക്കെ പറയുന്ന വർഷക്കാലങ്ങൾ വളരെ ക്ഷണികമായി നിസ്സാരമായി അനുഭവപ്പെടുകയാണ്. وَيَوْمَ يَحْشُرُهُمْ كَأَنْ لَمْ يَلْبَثُوا إِلَّا سَاعَةً مِنَ النَّهَارِ يَتَعَارَفُونَ بَيْنَهُمْ قَدْ خَسِرَ الَّذِينَ كَذَّبُوا بِلِقَاءِ اللَّهِ وَمَا كَانُوا مُهْتَدِينَ. وَيَوْمَ يَحْشُرُهُمْ, പരലോകത്ത് പടച്ച തമ്പുരാൻ്റെ കോടതിയിൽ വിചാരണക്കായി ജനകോടികൾ ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യന്മാർക്ക് തോന്നും കഅല്ലം യൽബസു ഇല്ലാ സാഅ മിനൻ നഹാർ, പകലിൻ്റെ അല്പസമയം, ഒരു നാഴിക നേരമല്ലാതെ ഞങ്ങൾക്ക് ദുനിയാവിൽ കഴിച്ചു കൂട്ടാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. യതആറഫൂന ബൈനഹും, മനുഷ്യന്മാർ കണ്ടാൽ തിരിച്ചറിയും സുഹൃത്തുക്കളെയും ഉറ്റവരെയും ഉടയവരെയുമൊക്കെ പരസ്പരം അന്യോന്യം തിരിച്ചറിയും. ഖദ് ഖസിറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ദിനത്തെ ആരാണോ വ്യാജമാക്കുന്നത് അവർക്കാണ് സർവനഷ്ടവും. വമാ കാനൂ മുഹ്തദീൻ, അത്തരം ആളുകൾ ദുനിയാവിലുള്ള തങ്ങളുടെ ജീവിതത്തിൽ മാർഗദർശനം പ്രാപിച്ചവർ ആയിരുന്നില്ല. ഒരു ദിവസം പോകാൻ നമ്മളിൽ പലർക്കും പെടുന്നൊരു പാട്, സമയം കഴിഞ്ഞ് കിട്ടായിട്ട് ആ സമയം കൊല്ലാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങളാണ് മനുഷ്യന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. യസുറുൽ മർഉ മാ ദഹബൽ ലയാലി വകാന ദിഹാബുഹുന്ന ലഹു ദിഹാബാ. യസുറുൽ മർഉ മാ ദഹബൽ ലയാലി, ഓരോ രാവും കഴിഞ്ഞങ്ങനെ പോകുമ്പോൾ മനുഷ്യന്മാർക്ക് ഭയങ്കര സന്തോഷം. ആവും
എത്ര ദിവസം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ്, ഭയങ്കര ഫാസ്റ്റായിപ്പോയി, രസമായി എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷേ ആ പോയ ഒരു രാത്രി, ഒരു ദിവസം, വകാന ദിഹാബു കുന്നലഹു ദിഹാബാ, ഒരു ദിവസം പോയത് വല്ലാത്തൊരു പോക്കാണ് എന്ന് തിരിച്ചറിയാനുള്ള തൻ്റെ ഇടം പലപ്പോഴും മനുഷ്യനുണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ തിരിച്ചറിവുണ്ടാകണമെന്നാണ് പ്രവാചകധ്യാപനം. അൽ കയ്യിസ് മൻ ദാന നഫ്സ, ആരാണ് സമർത്ഥൻ, ബുദ്ധിമാൻ, തൻ്റെ മനസ്സിൻ്റെ വിചാരങ്ങളെ, അതിൻ്റെ തേരോട്ടത്തെ നിയന്ത്രിക്കാനും കീഴ്പ്പെടുത്താനും കഴിഞ്ഞവൻ. വ അമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തരമുള്ള ജീവിതത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയുന്നവൻ, അവനാണ് സമർത്ഥൻ. വൽ ആജിസ്, ആരാണ് അശക്തൻ, ഒന്നിനും കൊള്ളരുതാത്തവൻ. മനിത്തബഅ നഫ്സഹു ഹവാഹ, തൻ്റെ മനസ്സിൻ്റെ ഇച്ഛകളെ പിന്തുടർന്നവൻ. വതമന്ന അലല്ലാഹ് അൽ അമാനി, പടച്ചോനെക്കുറിച്ച് കുറേ പൂതികൾ മാത്രം വെച്ചിട്ട് ഞാനും കഴിച്ചിലാകുമായിരിക്കും, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഐക്കാരെന്നാണ്, ആയിരിക്കും എന്നുള്ളതൊന്നും മറിഞ്ഞിട്ട് ഐക്കാരം, ഞാനും കഴിച്ചിലാകുക ഇക്കാരം എന്നറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു പൂതിയുള്ള ഒരു മോഹത്തിൻ്റെ വലയത്തിൽ അകപ്പെട്ടങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ. ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നതല്ല. ചില തഫ്സീറുകളിലൊക്കെ പരാമർശിക്കപ്പെട്ട ഒരു കഥയുണ്ട്. ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടന്നപ്പോൾ ഒരു സിംഹം അയാളെ പിടികൂടാൻ വരിക, ഓടിച്ചു. സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ മനുഷ്യൻ ഓടി മരുഭൂമിയിലൂടെ ഓടിയപ്പോൾ അയാളുടെ കണ്ണിൽ ഒരു കിണറാണ് ശ്രദ്ധയിൽപ്പെട്ട, ഒരു പൊട്ടക്കിണർ. അവസാനം ആത്മരക്ഷാർത്ഥ കിണറ്റിക്കെടുത്ത് ചാടുകയാണ് അയാൾ. ചാടുന്ന ചാട്ടത്തിൽ ഒരു വള്ളിമ പിടുത്തം കിട്ടി. കിണറ്റിൻ്റെ അടിയിലേക്ക് എത്താതെ ആ വള്ളിയിൽ തൂങ്ങിപ്പിടിച്ച് അയാളങ്ങനെ നിന്നു. മേലെ സിംഹണ്ട് വാ പിളർന്ന് നിൽക്കുന്നു. അയാൾ അടിയിലേക്കൊന്നിങ്ങനെ നോക്കി എന്താ അതിൻ്റെ അവസ്ഥ എന്നറിയാൻ നോക്കുമ്പോൾ ഉഗ്ര വിഷമുള്ള ഒരു സർപ്പം വാ പിളർന്ന് നിൽക്കുന്നു. ഇങ്ങോട്ട് ചാടിയെ കാണിച്ചു കൊടുക്കാൻ തന്നെയാണ്ട്. ബേജാറായി ഇയാൾ. തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന വള്ളിയുടെ വേരുകളെക്കുറിച്ചാണ് ഇയാൾ നോക്കിയത്. ഇതിന് ഒട്ടേറെ ബലമുണ്ടോ, ഒട്ടേറെ കാലം ഇതിമ തൂങ്ങി പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള നോട്ടം ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇയാൾ കാണുന്നത് 2 എലികൾ ഈ വേരിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. എലിക്ക് ഒരു എലിൻ്റെ നിറം വെള്ള, മറ്റേ എലിൻ്റെ നിറം കറുപ്പ്. അതെന്തിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി എന്നല്ലേ പറഞ്ഞുതരാം. എലി അങ്ങനെ കാർന്ന് തിന്നുകയാണ്. ഇയാൾക്ക് മനസ്സിലായി വല്ലാതെ ആയുസ്സില്ലാന്ന്. ഏതായാലും ചിന്താനിമഗ്നനായിട്ട് ഇതിമ തൂങ്ങിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്ന നൃത്തത്തിലാണ് ഇയാളെ ശ്രദ്ധ തൊട്ടടുത്തുള്ള ഒരു തേൻ പലകമ്മക്ക് തിരിഞ്ഞത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു തേനീച്ചക്കൂടുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇത് കണ്ടപ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവൻ ദിമ്മക്കായി. ഏതായാലും വേണ്ടിയില്ല, എന്നാൽ ഇനി ഇതിമല കെട്ടിമറിയാന്ന് വിചാരിച്ചുകൊണ്ട് ഇയാൾ ഈ തേനിങ്ങനെ നക്കി കുടിക്കാൻ തുടങ്ങി. കാരണം ഇത് നന്നായി തേനൂറി നിൽക്കുന്ന ഒരു തേൻ പലകയായിരുന്നു. തേനങ്ങനെ നക്കി കുടിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇയാളെന്തായി, മേലെ വാ പിളർന്ന് നിൽക്കുന്ന സിംഹത്തിൻ്റെ അവസ്ഥയും മറന്നു, താഴെ നിൽക്കുന്ന ഉഗ്രവിഷമുള്ള സർപ്പത്തിൻ്റെ കാര്യവും ഇയാളും മറന്നു. ഇയാൾ മറന്ന് ആ തേനിൻ്റെ മധുരം അങ്ങനെ നുകരാൻ തുടങ്ങി. കഥയാണ്. പക്ഷെ ഒരു വലിയ പാടുണ്ട്. ആയുസ്സായിരുന്നു അയാൾ ആ ഓടിച്ചിട്ടത്. മലക്കുൽ മൗത്താണ് പിന്നാലെ കൂടിയത്. ഖബറാകുന്ന ജീവിതത്തിലേക്ക് മരണത്തിൻ്റെ അവസാനത്തിലേക്ക് അയാളങ്ങനെ എത്തിപ്പെടുക. അതാ പൊട്ടക്കിണർ. 2 എലികളില്ലേ, ഒരു വെള്ളി ഒരു കറുപ്പും. അതെന്താ സംഭവം എന്നറിയാം, രാവും പകലുവാ. വെള്ള എലി പകലിൻ്റെ പ്രതീകമാണ്, കറുത്ത എലി രാത്രിയുടെ പ്രതീകമാണ്. രാവും പകലുമായിട്ട് ഇവൻ്റെ ആയുസ് ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങ് കഴിയുന്നതോടുകൂടി മരണത്തിൻ്റെ വായിൽ അകപ്പെടും. അയാൾ ആ ഖബർ ജീവിതത്തിൻ്റെ ഭയവിഹ്വലതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനൊരു മുന്നറിയിപ്പാണത്. പരലോകത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്ലാം നൽകുക.
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആ കാര്യം നിർവഹിച്ചു. സഫാ കുന്നിൽ കയറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന ഖുർആനിക ആഹ്വാനം വന്നതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഗോത്രത്തെയും വിളിച്ചു വരുത്തി. പ്രവാചകൻ ആ ആദ്യ പ്രഭാഷണത്തിൽ തന്നെ ആ പരലോക ചിന്തയുണ്ടാക്കിയെടുത്തു. അൽഹംദുലില്ലാഹി അഹ്മദുഹു വ അസ്തഈനുഹു വ ഊമിനു ബിഹി വ അതവക്കലു അലൈഹി വ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യപ്രബോധനം തുടങ്ങുക. സുമ്മ ഖാൽ ഇന്ന റായിദ ലാ യുകദ്ദിബു അഹ്ലഹ്. പൂവാന വേളയിൽ ഒരു സേനാനായകൻ തൻ്റെ അനുയായികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഒരിക്കലും ബന്ധപ്പെട്ടവർ കളവാക്കാറില്ല. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവാഹ്ന വേളയിൽ സഫാ കുന്നിൽ കയറി തൻ്റെ അനുചരന്മാരെ ഗുണദോഷിക്കുകയാണ്, അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. വല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ഖാസ്സ. ഞാൻ നിങ്ങളിലേക്ക് പ്രത്യേകമായി നിയുക്തനായ വ ഇലന്നാസി ആമ, മുഴുവൻ ജനങ്ങളിലേക്കും പൊതുവായും നിയുക്തനായ പ്രവാചകനാ. വല്ലാഹ് ലാ ലതമൂതുന്ന കമാ തനാമൂൻ. അല്ലാഹുവാണ് സത്യം, നിങ്ങൾ മരണപ്പെടുക തന്നെ ചെയ്യും. ഏതുപോലെ? കമാ തനാമൂൻ, ഇപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കാറുള്ളത് പോലെ ഒരു ദിവസം നിങ്ങൾ മരണപ്പെടുക തന്നെ ചെയ്യും. വലതബ്അസുന്ന കമാ തസ്തൈഖിലൂൻ, പിന്നീട് ആ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു പുനർജീവിതം നൽകപ്പെടുക തന്നെ ചെയ്യും. വലതുഹാസബുന്ന വലതുഹാസബുന്ന ബിമാ തഅമലൂൻ. അതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നാളെ പരലോകത്ത് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും. വ ഇന്നഹ അൽ ജന്ന അബദ അവിന്നാർ അബദ. ഒന്നുകിൽ നിങ്ങൾക്ക് ശാശ്വതമായ സ്വർഗം പ്രതിഫലമായി ലഭിക്കും, അല്ലെങ്കിൽ ശാശ്വതമായ നരകം നിങ്ങൾക്ക് പ്രതിഫലമായി ലഭിക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആദ്യ പ്രബോധനത്തിൽ തന്നെ തൻ്റെ ജനതയെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ജീവിതത്തിലുടനീളം ഈ ഒരു വാണിങ് കാത്തു സൂക്ഷിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിക്കുകയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമ അലാ ഹസീർ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പനയോലയിൽ കിടന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂമേനിയിൽ വന്ന ആ പാടുകൾ വല്ലാതെ തെളിഞ്ഞു കണ്ടപ്പോൾ ഫഖാമ വഖദ് അസ്റ ഫീ ജസദി ഫഖാല ഇബ്നു മസ്ഊദ് യാ റസൂലല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ അമർതന അൻ നബ്സുത ലക വനഅമൽ. ഫഖാൽ, പ്രവാചകരെ അങ്ങ് പറഞ്ഞാൽ കുറച്ചും കൂടെ സൗകര്യമുള്ള നല്ല ഒരു കിടക്കാൻ പറ്റിയ ഒരു കിടക്ക ഞങ്ങൾ ഉണ്ടാക്കിത്തരാന്നാണ് പറഞ്ഞത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിനോട് പതിവചിച്ചതെന്താണ്? മാലി വലിദ്ദുന്യ വമാ അന വദ്ദുന്യ ഇല്ലാ കറാക്കിബിൻ ഇസ്തളല്ല തഹ്ത ഷജറ സുമ്മ റാഹ വതറകഹ. ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? എന്താണ് എനിക്കൊക്കെ ഈ ദുനിയാവിലുള്ളത്? വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ നല്ല ഒരു തണൽമരം കാണുമ്പോൾ അവിടെ അല്പനേരം വിശ്രമിച്ചിട്ട് തൻ്റെ യാത്ര തുടരുന്നത് പോലെയല്ലാതെ എന്താണ് എനിക്ക് ഈ ദുനിയാവുമായി ബന്ധമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് മറുപടി പറഞ്ഞു. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, കൈഫ അൻഉം, എനിക്കെങ്ങനെ സുഖിക്കാൻ പറ്റും? വസാഹിബു സൂർ ഖദ് ഇൽതഖമ വഅസ്ഗാ സമഅ
വഹന ജബ്ഹത. പ്രവാചകൻ പറഞ്ഞു, സൂറിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ഇസ്രാഫീൽ എന്ന മലക്ക്, അത് കയ്യിൽ പിടിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ചെവി കൂർപ്പിച്ച് നിന്ന് തൻ്റെ നെറ്റി ചുളിച്ച് നിന്നിട്ടുണ്ട്. ഫുള്ള് ആക്ഷനില ഇസ്രാഫീൽ നിൽക്കണത്. ഡ്യൂട്ടിക്ക് നിൽക്കണ പോലീസ് തോക്കൊരു ഭാഗത്ത് ചാരിയച്ച് ആവുമ്പോൾ എടുക്കാന്നുള്ള നിലക്ക് നിൽക്കണ ആ നിർത്തല്ല. ആട്ടെ സമയാട്ടെ ഇപ്പം തന്നെ ഇത് വെയിറ്റ് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, മുതലവിടെ ഉണ്ടല്ലോ, അപ്പം ലോഡാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചുള്ള നിർത്തല്ല. പിന്നെ എല്ലാ അർത്ഥത്തിലും വെൽ പ്രിപ്പയർഡാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ചെവി കൂർപ്പിച്ച് നിൽക്കുകയാണ്. സാധനം ചുണ്ടിൽ പിടിച്ചിട്ടുണ്ട്, നെറ്റി ചുളിച്ചിട്ടുണ്ട്. കൽപ്പന കിട്ടേണ്ട താമസം നിമിഷ നേരം പാഴാക്കാതെ അത് നടന്നിരിക്കും. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാനെങ്ങനെ സുഖിക്കുമെന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത്. ആലോചിച്ചു നോക്കുക പ്രിയ സഹോദരന്മാരെ, നമ്മളെവിടെയാണ്? ഇന്നത്തെ ദുനിയാവിൻ്റെ സാമൂഹ്യമായ ചുറ്റുപാടെന്താണ്? ദുനിയാവിൽ ദുരമൂത്ത മനുഷ്യൻ്റെ തേരോട്ടമാണ് എവിടെയും നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഖത്തറിൽ വെച്ച് മക്കൾ ഭാര്യയും കൂടി പിതാവിനെ തലക്കടിച്ചു കൊന്നത്, അയാളെ ദുനിയാവ് കിട്ടാൻ വേണ്ടി. നമ്മൾ പത്രത്തിൽ വായിച്ച കഥകളാണ്. മാതാപിതാക്കൾ അതിന് തടസ്സമാകുമെന്ന് കണ്ടപ്പോഴാണ് ചൈനയിലെ ബീജിങ്ങിൽ ഈ മാതാപിതാക്കളെ കൊന്നിട്ട് ഇങ്ങോട്ട് കടിക്കാത്ത എന്തും അങ്ങോട്ട് തിന്ന് ശീലമുള്ള നമ്മളെ ചൈനയിലെ സഹോദരങ്ങൾ എന്താ ചെയ്ത്, അവരെ കൊന്ന് പീസാക്കി കീശയിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു. കഴിഞ്ഞിട്ടില്ല, ഭക്ഷണത്തിൻ്റെ നേരമാകുമ്പോൾ ഓരോ പീസ് എടുത്ത് പൊരിച്ചിന്ന്. അങ്ങനെയുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ രസമായിട്ട് തോന്നും. പക്ഷേ ഒരു മലയാള പത്രത്തിൽ അതിൻ്റെ വിചാരണ ബീജിംഗ് കോടതിയിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് വന്നത്. കൃത്യമായ വാർത്തയാണ് എന്നർത്ഥം. പോലീസുകാർ ചോദിച്ചു, എന്തിനെപ്പോൾ നിങ്ങൾ പൊരിച്ചെന്നാ മെനക്കെട്ടെന്ന്. കൊല്ലൽ സാധാരണയാണ്, പക്ഷേ ഇങ്ങനെ പീസാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കായം പരത്തി പൊരിച്ചെന്നാൻ എന്തിയപ്പോൾ നിങ്ങളെ പ്രേരിപ്പിച്ച സംഗതി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ പറയുക, അത് ഞങ്ങൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. ഇത് എവിടെ കൊണ്ടേ കുഴിച്ചിട്ടാലും മാന്തി കൊണ്ടുവച്ചിട്ട് പേടിച്ചിട്ട് എന്താക്കി ഇവർ പൊരിച്ചെന്നാൻ തീരുമാനിച്ച. സാധാരണ നമ്മൾ പറയാറുണ്ട്, നായ നായനെ തിന്നൂലാന്ന്. അൽ കൽബു ലാ യൗക്കുലുൽ കൽബാന്ന്. മനുഷ്യനെ പറ്റിയ പറയാൻ പറ്റൂല. മനുഷ്യനെ തിന്നൂല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ദുനിയാവിനോടുള്ള അത്യാർത്തിയാണ് മനുഷ്യനെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത് എന്നർത്ഥം. സ്വന്തം കുഞ്ഞുങ്ങളെ കിണറ്റിലെറിഞ്ഞു കൊല്ലാൻ മാതാക്കൾ തയ്യാറാകുന്നത് അതുകൊണ്ടാണ്. പണ്ട് ബറൂണ്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളെ വിറ്റിരുന്ന രാജ്യമെങ്കിൽ ഇന്ന് മലപ്പുറം ജില്ലയിലും ആ പണി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് 2-3 ദിവസത്തെ പത്രം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. 1.5 ലക്ഷം ഉറുപ്പ്യക്കാണോലോ ഉമ്മയും വേറെ ഏതോ സഹായം കൂടെ കൂടിയിട്ട് സ്വന്തം കുട്ടിയെ വിറ്റത്. ആലോചിച്ചു നോക്കണം നിങ്ങൾ. എല്ലാം ദുനിയാവിനോടുള്ള ഈ യഹ്റുമു ഇബ്നു ആദം. മനുഷ്യനങ്ങനെ പ്രായം കൂടും, പക്ഷേ യശുബ്ബു ഇസ്നാനി, പ്രായം കുറഞ്ഞ് വരേണ്ട 2 സംഗതികളുണ്ട്. ഒന്ന് അൽ ഹസ്സു അലൽ മാൽ, മുതലിനോടുള്ള അത്യാർത്തിയും. മറ്റൊന്ന് വൽ ഹസ്സു അലൽ ഉംറ, വയസ്സിനോടുള്ള അത്യാർത്തിയും. അതുകൊണ്ട് പ്രായം ചെന്ന എണീറ്റ് നടക്കാൻ വയ്യാത്ത തന്തയായിരിക്കും എല്ലാ മണ്ടരി ബാധിച്ച തെങ്ങിൻ്റെ മുരറ്റിലും പോയിട്ട് വീണ തൊണ്ടൊക്കെ എടുത്തൊന്ന് കുലുക്കി വെക്കും, എന്തെങ്കിലും കിട്ടുമോ അതിന്ന്. പ്രായം കുറഞ്ഞ ചെക്കൻ പറയും, എന്തത്തിനാന്ന് നിങ്ങളതിനിക്കണം, വലിച്ചെറിഞ്ഞാണ്, ആർക്കത് വേണ്ടി. പക്ഷേ ബാപ്പ അങ്ങനെയല്ല. ബാപ്പാക്ക് അതിൽ എന്തെങ്കിലും ഒന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്ന് കുലുക്കി നോക്കിയാലെങ്കിലും സമാധാനം. അങ്ങനെയാണ്. ഇപ്പോൾ വല്ലാതെ അതിർത്തർക്കുണ്ടായില്ല. മുമ്പൊക്കെ വല്ലാതെ ഉണ്ടായിരുന്നു. ഓൻ്റെ വേലി ഇങ്ങോട്ട് ഇറങ്ങി ഇവൻ്റെ മാവ് അങ്ങോട്ട് കയറി എന്ന് പറഞ്ഞാണ്ട് ഭയങ്കര തിരക്കേരും.
അപ്പോഴും അവിടേക്ക് എടുത്തു ചാടൽ പ്രായം ചെന്ന തന്താരാണ്. എൻ്റെ റൂഹ് മേലുള്ളിടത്തോളം കാലം 1 ഇഞ്ച് തരി മണ്ണ് ഞാൻ ഓനെ വിട്ടുകൊടുക്കൂല. പുറത്തുനിന്ന് കോമരത്തിനെ പിടിക്കണ മാതിരി ബാപ്പാനെ പിടിച്ചിട്ട് മോൻ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളൊന്ന് അടങ്ങിന്നാണ് ഓന് വേണ്ടതാണ്ട് ഓനണ്ട് എടുത്തോട്ടെ ഓനാണ് തികട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. 1 തരി മണ്ണ് ഞാൻ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തുള്ളണത്. എന്തേ? അൽ ഹിർസു അലൽ മാൽ. ഈ ദുനിയാവിനോടുള്ള മുതലിനോടുള്ള അത്യാർത്തി പ്രായം കൂടുന്തോറും മനുഷ്യനങ്ങനെ കൂടി വരുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് വളരെ ശരിയാണ്. പ്രവാചകൻ പറഞ്ഞു യഖൂലുൽ അബ്ദു മാലി മാലി വ ഇന്നമാ ലഹു മിൻ മാലിഹി സലാസ്. എൻ്റെ മുതലെന്നും പറഞ്ഞുകൊണ്ട് ഷഹീദാകാൻ നിൽക്കണ ഈ മനുഷ്യനുണ്ടല്ലോ, അവൻ ചിന്തിച്ചില്ല അവൻ്റെ മുതലിൽ നിന്ന് അവന് സ്വന്തമായി ഉപകരിക്കാൻ കഴിയുന്നത് എന്താണ്? മാ അക്കലാഫ അഫ്ന. അവന് തിന്നത്, അങ്ങനെ അവന് ഉപയോഗപ്പെടുത്തിയത്, അവൻ ഉപയോഗിക്കുന്ന മുതല അവന് കിട്ടും. ഔ ലബിസ ഫഅബ്ല. നല്ല ഒരു ഡ്രസ്സ് എടുത്തിട്ട് അത് ധരിച്ചാലും അത് അവൻ്റേതായി എന്ന് പറയാം. ഔ അഅ്താ ഫഖ്തന. ദൈവമാർഗത്തിൽ നല്ല നിലക്ക് കൊടുക്കുകയും ചെലവഴിക്കുകയും ചെയ്ത് അതിനെ ഉപയുക്തമാക്കിയാൽ അതും അവന് കിട്ടി. അതല്ലാതെ അതല്ലാത്തതൊക്കെ മറ്റുള്ള തൻ്റെ പിറകിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി ഇവൻ ഉപേക്ഷിക്കുന്ന ധനമാണ് എന്നത്രേ പ്രവാചകാധ്യാപനം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഐഹിക ജീവിതത്തിൽ പരലോകം എന്ന ആ ഒരു ആശയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് വെറും കളിയും വിനോദവും തമാശയും ഈ ഐഹിക ജീവിതത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പാച്ചിലുമായി അവശേഷിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തീർച്ചയായും ഈ മുന്നറിയിപ്പുകളെ മാനിക്കാൻ നാം തയ്യാറാവുക. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകിയ ഉപദേശങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നാം തയ്യാറാവുക. പരലോകത്തിൻ്റെ ആ ഭയാനകമായ വിചാരണയെയും ശിക്ഷയെയും ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.